കൊടും ഭീകരന് സംരക്ഷണ കവചമൊരുക്കി പാകിസ്ഥാൻ. ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിനാണ് വീട്ടുതടങ്കൽ എന്ന രീതിയിൽ ലാഹോറിലെ വസതിയിൽ പാക് കമാൻഡോകൾ സുരക്ഷ ഒരുക്കിയത്. തുടർച്ചയായ 6ാം ദിനവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തലകൾ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം, മുർദിക്കിലെ ലഷ്കർ ഇ തോയ്ബ ആസ്ഥാനമൊക്കെ ഒരുപക്ഷെ ഇന്ത്യ ലക്ഷ്യമിട്ടേക്കുമെന്ന സൂചനകളുണ്ട്. നിയന്ത്രണ രേഖ പോലും കടക്കാതെ ഡ്രോൺ ഉൾപ്പെടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ആക്രമണം പദ്ധതിയിട്ട് നടപ്പിലാക്കാനാകുമെന്നിരിക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഹോട്ട്സ്പോട്ടുകളായ ഇടങ്ങളിലേക്ക് അവരിപ്പോൾ കൂടുതൽ കമാൻഡോകളെ അയക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദിൻ്റെ ലാഹോറിലെ വീട്. സയ്യിദിനെ വകവരുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള തിരിച്ചടിയാകും. അതിനാൽ വീട്ടുതടങ്കൽ എന്ന മറ സൃഷ്ടിച്ച് ഹാഫിസ് സയ്യിദിൻ്റെ വീടിന് പാക് കമാൻഡോകൾ സംരക്ഷണം നൽകുന്നതായാണ് വിവരം. ഇന്ത്യക്ക് പുറമെ അമേരിക്കയും തേടുന്ന ഭീകരനാണ് സയ്യിദ്. കൂടാതെ റാവൽപിണ്ടി, ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി തുടങ്ങിയ മേഖലകളിലും അവർ സൈനിക വിന്യാസം കടുപ്പിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി തിരക്കിട്ട് ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അധിക ചുമതലയും നൽകി ഉത്തരവിറക്കി. തുടർച്ചയായ 6ാം ദിനവും കുപ്വാര, ഉറി, അഗ്നൂർ മേഖലകളിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. 6 ദിവസത്തിനിടെ 7ാം തവണയാണ് പാക് പ്രകോപനമുണ്ടാകുന്നത്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഇതിനിടെ അഫ്ഗാൻ ട്രക്കുകൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഡ്രൈവർമാർ പാകിസ്ഥാനികളായിരിക്കണം, 25-ന് മുൻപ് പാകിസ്ഥാനിൽ പ്രവേശിച്ചവയായിരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് അനുമതി. ഇത്തരം 150 ട്രക്കുകൾ അട്ടാരിയിലെ അതിർത്തി വഴി കടന്നുപോകും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.